നമസ്കാരം. തോളത്തിരുന്ന് സർക്കാരിന്റെ ചെവി തിന്നാമെന്ന് കരുതിയാൽ ഇനി ആ പണി നടക്കില്ല. എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നല്ലേ? സർക്കാർ സർവീസിൽ കയറിയിരുന്ന് സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ പറ്റിയ മക്കളെ വരുന്നു അതാ 8ന്റെ പണിയല്ല 16ന്റെ പണി. ചുളുവിലങ്ങ് സർക്കാരിന്റെ പണം തിന്നാമെന്ന് കരുതിയവർ ആ വെള്ളം അങ്ങ് അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചേക്ക്. അത് ഈ സർക്കാരിൽ തിളക്കില്ല. കൈ കഴുകി വാങ്ങി തിന്നതിനൊക്കെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. അത് ഇനി അധികം താമസമൊന്നുമില്ല. സംസ്ഥാനത്തെ ഗസറ്റ് ഉദ്യോഗസ്ഥർ അടക്കം 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തി. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത്. കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഹയർ സെക്കൻഡറി അധ്യാപകർ ഉൾപ്പെടെ പെൻഷൻ വാങ്ങുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചു പിടിക്കാനാണ് ധനവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് ധനവകുപ്പ് ഉടൻ തന്നെ നോട്ടീസ് നൽകും. സാങ്കേതിക പിഴവ് മൂലമാണോ അതോ ബോധപൂർവമാണോ അപേക്ഷിച്ചത് കൊണ്ടാണോ പെൻഷൻ ലഭ്യമായത് എന്ന കാര്യം പരിശോധിക്കും. ഇതിനു ശേഷമാകും കർശന നടപടിയിലേക്ക് കടക്കുക എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. മുഴുവൻ പട്ടികയും കണ്ടാൽ ഞെട്ടുമെന്ന് ധനമന്ത്രി വെറുതെ പറഞ്ഞതല്ല. ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. വഴിയെ അത് പുറത്തു വരും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഒരാൾ തിരുവനന്തപുരത്തും രണ്ടാമൻ പാലക്കാട്ടും സർക്കാർ കോളേജിലാണ് ജോലി ചെയ്യുന്നത്. 3 ഹയർ സെക്കൻഡറി അധ്യാപകർ പെൻഷൻ വാങ്ങുന്നുണ്ട്. ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്, 373 പേർ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് 2ാം സ്ഥാനമാണ്, 224 പേരാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിലും 124 പേരും, ആയുർവേദ വകുപ്പിൽ 114 പേരും, മൃഗസംരക്ഷണ പൊതുവകുപ്പിൽ 74 പേരും, പൊതുമരാമത്ത് വകുപ്പിൽ 47 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കർശന നടപടി ആക്കിയിട്ടും ക്ഷേമ പെൻഷൻ അനർഹരിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഇത് വഴിയെ അന്വേഷിക്കുന്നതാണ്. പെൻഷൻ അർഹരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കർശന നടപടിയാക്കിയിട്ടും ക്ഷേമ പെൻഷൻ അനർഹരിലേക്ക് എങ്ങനെ എത്തിയതിനെ കുറിച്ചുള്ള അന്വേഷണം എന്തായാലും നടത്തുമെന്ന കാര്യത്തിൽ സർക്കാർ വീഴ്ച വരുത്തില്ല. പെൻഷൻ അർഹരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഇവർക്ക് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരും വഴി ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല.